സ്പോയിലർ അലേർട്ട്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുമായി ബന്ധപ്പെട്ട് ഒരു ഒഫീഷ്യൽ പ്ലോട്ട് ലീക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ട്രെയിലർ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ പല കാര്യങ്ങളും ഈസിലി കണക്ട് ആവുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. മാത്രമല്ല D23 നിന്നും സാന്റിയാഗോ കോമിക്കോണിൽ നിന്നുമായി ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില അപ്ഡേഷൻസ് നമുക്ക് ലഭിച്ചിരുന്നതാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ 100% സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എങ്കിൽ തന്നെയും ഇതിൽ പറയുന്ന പല കാര്യങ്ങളും മൂവിയുമായിട്ട് ഡയറക്ട്ലി കണക്ട് ആവുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അതിനാൽ ഈ ഒരു വീഡിയോയിൽ സ്പോയിലർ കണ്ടന്റുകൾ ഉണ്ടാകുവാൻ സാധ്യതകളേറെയാണ്. മൂവിയുടെ ആസ്വാദനത്തെ ബാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് തന്നെ സ്കിപ്പ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു പ്ലോട്ട് ലീക്കും ട്രെയിലറുമായി ബന്ധപ്പെട്ട് എങ്ങനെയെല്ലാമാണ് ഇവ കണക്ട് ചെയ്തിട്ടുള്ളതെന്നുമുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. ഈ ഒരു ലീക്ക്ഡ് പ്ലോട്ട് അപ്ഡേഷൻ പ്രകാരം ഓപ്പണിംഗ് സീക്വൻസ് തന്നെ ഒരു ഇൻകർഷൻ കാണിച്ചുകൊണ്ട് തന്നെയാണ് ആരംഭിക്കുന്നത്. നിങ്ങളിൽ പലരും ഇതിനു മുമ്പേ കേട്ടിട്ടുള്ള പോലെ തന്നെ ടോബി മഗ്വയറുടെ സ്പൈഡർമാൻ യൂണിവേഴ്സും എക്സ്മെൻ യൂണിവേഴ്സും തമ്മിലുള്ള ഇൻകർഷൻ. ഈ ഒരു ടൈമിൽ തന്നെ എക്സ്മെൻ യൂണിവേഴ്സിൽ നിന്ന് ഒട്ടനേകം സൂപ്പർ ഹീറോസ് തങ്ങളുടെ വേൾഡിനെ രക്ഷിക്കുവാനായി അവിടേക്ക് കടന്നു വരുന്നു. എക്സ്മെൻ യൂണിവേഴ്സിലെ ബീസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പർട്ടിക്കുലർ ഡിവൈസ്, അതൊരു ബോംബാണെന്നും പറയപ്പെടുന്നു. ഈ ഒരു ബോംബ് ഫിക്സ് ചെയ്യുവാനായി അവിടേക്ക് ഡെഡ്പൂളും വൂൾവറിനും ഒന്നിച്ചു വരികയും അവരെ തടയുവാനായി മെക്കാനിക്കൽ സ്യൂട്ടിനാൽ എൻഹാൻസ് ചെയ്യപ്പെട്ടിട്ടുള്ള ടോബി മഗ്വയറുടെ സ്പൈഡർമാൻ വരികയും വളരെ വലിയൊരു ഫൈറ്റ് തന്നെ ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സെയിം ടൈമിൽ തന്നെ ഒക്ടേവിയസും ഗ്രീൻ ഗോബ്ലിനും ചേർന്നുകൊണ്ട് എക്സ്മെൻ യൂണിവേഴ്സിനെ അറ്റാക്ക് ചെയ്യുമെന്നും അവരെ മാഗ്നീറ്റോ തടയുമെന്നും ഒരു അപ്ഡേഷൻ ഉണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് അറിയുകയില്ല. എനിവേ സ്പൈഡർമാനുമായി എതിർത്തുകൊണ്ട് നിൽക്കുന്ന വൂൾവറിൻ ഒടുവിൽ സ്പൈഡർമാനെ എല്ലാവരും ചേർത്ത് തടഞ്ഞു നിർത്തുകയും വൂൾവറിൻ തന്റെ ക്ലോ ഉപയോഗിച്ചുകൊണ്ട് സ്പൈഡർമാനെ കുത്തി ബന്ദിയാക്കി ആ ഒരു ഡിറ്റനേറ്റർ ഓപ്പൺ ചെയ്യുകയും ചെയ്യുന്നു. അതോടുകൂടി ആ ഒരു എൻറ്റയർ യൂണിവേഴ്സും സ്പൈഡർമാൻ, വൂൾവറിൻ തുടങ്ങിയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇരിക്കെ തന്നെ പൊട്ടിച്ചിതറി ഇല്ലാതാവുകയാണ്. ഈ കാര്യങ്ങളെല്ലാം വളരെയധികം വിഷമത്തോടുകൂടി തന്റെ യൂണിവേഴ്സിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രൊഫസർ എക്സിനെ നമുക്ക് കാണാം. അടുത്ത ഷോട്ട് എന്നത് എൻഡ് ഗെയിമിന്റെ അവസാനം നടക്കുന്ന ടോണിയുടെ ഫ്യൂണറൽ സീക്വൻസ് തന്നെയാണ് കാണിക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഞാൻ ഈ പറയുന്ന പല സീക്വൻസുകളും അവഞ്ചേഴ്സ് എൻകോർ എന്ന റീ റിലീസ് ഇവന്റിലായിരിക്കും കൂടുതലായി കാണിക്കുക. എനിവേ ഈ ഒരു ഫ്യൂണറൽ ടൈമിൽ തന്നെ ആറ്റ്മാനോട് ടൈം ട്രാവലിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റീവ് റോജേഴ്സിനെയും ടൈം ട്രാവൽ ചെയ്ത് ഒടുവിൽ ഇൻഫിനിറ്റി സ്റ്റോൺസ് എല്ലാം റിട്ടേൺ ചെയ്തതിനു ശേഷം പെഗ്ഗിയോടൊപ്പം ജീവിക്കുന്നതുമായിട്ടുള്ള സ്റ്റീവ് റോജേഴ്സിന് ഏകദേശം ഒരു വർഷത്തിന് ശേഷം ഒരു കുട്ടി ജനിക്കുന്നതായിട്ടും കാണിക്കുന്നു. ഈ ഒരു കുട്ടിക്ക് ജിം എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നീട് അവിടേക്ക് ലോക്കിയുടെ കടന്നുവരവ് തന്നെയാണ് ഉണ്ടാവുന്നത്. ഇത് ഗോഡ് ഓഫ് സ്റ്റോറീസ് ആകുന്നതിന് മുമ്പ് ഏജന്റ് ആയിരിക്കുന്ന ടൈമിലുള്ള ലോക്കിയെ തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇനിഷ്യലി ലോക്കിയെ ആദ്യം വിശ്വസിക്കുന്നില്ല എങ്കിൽ തന്നെയും റോണിങ്ങിനെ പറ്റിയും ഈ ഒരു ടൈം ഡയലേഷൻ മൂലം ഉണ്ടാകുന്ന മറ്റ് സൈഡ് ഇഫക്റ്റുകളെ പറ്റിയും പറഞ്ഞു കൊടുത്തുകൊണ്ട് സ്റ്റീവ് റോജേഴ്സിന്റെ എക്സിസ്റ്റൻസ് തന്നെ ഇല്ലാതായിട്ടുള്ള ഫാന്റാസ്റ്റിക് ഫോർ യൂണിവേഴ്സിലേക്ക് ഇവരെ കംപ്ലീറ്റ്ലി മാറ്റുകയും എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ താനുമായി കോൺടാക്ട് ചെയ്യാനായിട്ട് ഈ ഒരു പർട്ടിക്കുലർ TVA കാർഡ് കൊടുക്കുകയും ചെയ്യുന്നു. പിന്നീട് ഈ ഒരു ഫാന്റാസ്റ്റിക് ഫോർ യൂണിവേഴ്സിൽ ഏകദേശം 10 വർഷങ്ങളോളമാണ് സ്റ്റീവ് റോജേഴ്സ് ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫാന്റാസ്റ്റിക് ഫോർ മൂവിയിൽ ഈ കാണിക്കുന്ന പർട്ടിക്കുലർ സീനിലുള്ളത് സ്റ്റീവ് റോജേഴ്സ് ആയിരിക്കാം. ഈ 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിന്റെ ജനനവും ഫാന്റാസ്റ്റിക് ഫോർ യൂണിവേഴ്സിനെ ഗലാക്ടസ് അറ്റാക്ക് ചെയ്യാൻ വരുന്നതും ഫാന്റാസ്റ്റിക് ഫോർ മൂവിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്ന പോലെ ഡോക്ടർ ഡൂം ഫ്രാങ്ക്ലിനെ കാണുവാനായി വരുന്നതും ഓൾറെഡി വിക്ടർ വാൻ ഡൂമിനെ ഫാന്റാസ്റ്റിക് ഫോർ ടീമിലുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന രീതിയിലാണ് കാണിക്കുന്നത്. ഓൾമോസ്റ്റ് ഈ ഒരു കാര്യം ട്രെയിലറിലൂടെ കൺഫേമും ആണ്. അവിടെ എത്തിയതിനു ശേഷം സൂസ്റ്റോമുമായിട്ടും പിന്നീട് റീ റിച്ചാർഡ്സുമായിട്ടും സംസാരിക്കുന്ന വിക്ടർ വാൻ ഡൂം ഈ ഒരു യൂണിവേഴ്സിൽ നമ്മുടേതല്ലാത്ത പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരു അനോമലി കാരണം ക്രിയേറ്റ് ആകാനിരിക്കുന്ന ഇൻകർഷനെ പറ്റി വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയും അതുമൂലം ഇവർ ഇരുവരും ചേർന്നുകൊണ്ട് എന്റെ വേൾഡും പൂർണ്ണമായും സ്കാൻ ചെയ്യുമ്പോൾ ഈ ഒരു യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യാത്തതായിട്ടുള്ള 3 ലൈഫ് ഫോംസിനെയാണ് അവർ കണ്ടെത്തുന്നത്. ഓഫ് കോഴ്സ് സ്റ്റീവ് റോജേഴ്സ്, പെഗി കാർട്ടർ ആൻഡ് അവരുടെ കൊച്ച്. തുടർന്ന് ഡോക്ടർ ഡൂമും റീ റിച്ചാർഡ്സും ഒന്നിച്ചു ചേർന്നുകൊണ്ട് സ്റ്റീവ് റോജേഴ്സുമായി സംസാരിക്കുകയും താൻ കാരണം ഇത്ര വലിയൊരു ഇൻകർഷൻ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ സ്റ്റീവ് റോജേഴ്സ് ഇത് തടയുവാനായി തങ്ങൾക്ക് ഒറ്റയ്ക്ക് സാധിക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിന് 3 യൂണിവേഴ്സിന്റെയും സഹായം വേണമെന്ന് മനസ്സിലാക്കുകയും അതുമൂലം സ്റ്റീവ് റോജേഴ്സിന്റെ സഹായത്തോടുകൂടി എർത്ത് 616ലേക്ക് അവർ യാത്ര ചെയ്യുകയും ചെയ്യുന്നു. എർത്ത് 616ൽ എത്തിയതിനു ശേഷം യൂണിവേഴ്സൽ ത്രെട്ട് തിരിച്ചറിയുന്ന തോർ ഈ ഷിപ്പിലുള്ളത് ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടി ഷിപ്പിലേക്ക് കടന്നു വരുമ്പോഴാണ് മിയോളർ ഉപയോഗിച്ച് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒക്കെ വെച്ച് ഈ ഒരു ക്യാപ്റ്റൻ അമേരിക്ക തന്നെയാണെന്ന് കൺഫേം ചെയ്യുന്നത്. ഇതേ തുടർന്ന് തന്നെയാണ് ഇവരെല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് തണ്ടർബോൾട്സ് മൂവിയുടെ അവസാനം കണ്ട പോലെ തന്നെ എർത്തിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നതും. ന്യൂ അവഞ്ചേഴ്സ് ടവറിൽ വന്നിറങ്ങുമ്പോൾ തന്നെ അവിടെ ഓൾറെഡി സാം വിൽസന്റെ കീഴിലുള്ള ചെറിയൊരു അവഞ്ചേഴ്സ് ടീമും ന്യൂ അവഞ്ചേഴ്സ് എന്ന തണ്ടർബോൾട്സ് ടീമും ഓൾറെഡി എക്സിസ്റ്റഡ് ആണ്. അവരോടെല്ലാമായി ഇനി നമുക്ക് എർത്തിൽ വരാതിരിക്കുന്ന വളരെ വലിയ ആപത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. സാധാരണ ഇൻകർഷൻ എന്നത് 2 എർത്തുകൾ തമ്മിൽ കൊളൈഡ് ആവുന്നതാണ്. എന്നാൽ ഇവിടെ 3 എർത്തുകൾ തമ്മിലാണ് കൊളൈഡ് ആവുന്നത്. കാരണം ഈ ഒരു മാർവൽ മെയിൻ യൂണിവേഴ്സിൽ നിന്നും മോണിക്ക റാംബോയുടെ ക്യാരക്ടർ ഓൾറെഡി എക്സ്മെൻ യൂണിവേഴ്സിലേക്ക് പോയി എന്നതുകൊണ്ട് തന്നെ ഈ ഒരു 3 എർത്തുകൾ തമ്മിലുള്ള കൊളൈഡ് തടയണമെങ്കിൽ
ആണെങ്കിൽ അമിതമായിട്ടുള്ള എനർജി റിസോഴ്സും അതുപോലെ തന്നെ 3 എർത്തിന്റെ പാർട്ടിസിപ്പൻസും വേണമെന്ന് തിരിച്ചറിയുന്നതോടുകൂടി അവഞ്ചേഴ്സ് ടീം രണ്ടായി തിരിഞ്ഞ് ഒരു ടീം വക്കാണ്ടയിലേക്ക് എന്ന് ബ്ലാക്ക് പാന്തറിന്റെ സഹായത്തോടുകൂടി റിസോഴ്സുകൾ നേടിയെടുക്കുവാനായി തീരുമാനിക്കുന്നു. ഈ ഒരു ടൈമിൽ തന്നെയാണ് ബ്ലാക്ക് പാന്തർ നിർദ്ദേശത്തോടുകൂടി നമ്മുടെ മാത്രം എനർജി പോരാ, മറിച്ച് അറ്റ്ലാന്റിസിന്റെ ഹെൽപ്പും ഇതിനായി വേണമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നെമോറുമായി കൺഫ്രണ്ട് ചെയ്യുകയും ആദ്യമേ ഇതിനെ എതിർത്ത് നിൽക്കുന്ന നെമോറിനെ പിന്നീട് കൺവിൻസ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഇവർക്കൊപ്പം നിർത്തുകയും ചെയ്യുന്നു. ഇതേ ടൈമിൽ മറ്റൊരു ടീം നേരെ പോകുന്നത് എക്സ്മെൻ യൂണിവേഴ്സിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെല്ലാവരും തങ്ങളെ ആക്രമിക്കുവാനാണെന്ന് തെറ്റിദ്ധരിക്കുന്ന എക്സ്മാൻ അവരുമായിട്ട് വളരെ വലിയ ഫൈറ്റിംഗ് തന്നെയാണ് ഉണ്ടാവുന്നത്. ഗാംബിറ്റ് വെസസ് ഷാങ്ജി, മിസ്റ്റീക് വെസസ് ബ്ലാക്ക് വുഡോ തുടങ്ങിയിട്ടുള്ള ഫൈറ്റിംഗ് സീക്വൻസുകളെല്ലാം തന്നെ നടക്കുന്നത് ഇവിടെ വെച്ച് തന്നെ. ഇനിഷ്യലി ഉണ്ടാകുന്ന ഈ ഒരു ഫൈറ്റിംഗ് സീക്വൻസിനൊടുവിലായി റിച്ചാർഡ്സ് എന്തൊക്കെയോ ചെയ്ത് പ്രൊഫസർ എക്സിനെ കൺവിൻസ് ചെയ്യുകയും ഒടുവിൽ തങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതായത് ഓൾറെഡി ഫാന്റാസ്റ്റിക് ഫോർ മൂവിയിൽ ഗലാക്ടസ് വരുന്നതിന് മുമ്പ് തന്നെ എൻഡർ വേൾഡിനെ ടെലിപ്പോർട്ട് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒരു ഡിവൈസ് റിച്ചാർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്ത് യൂണിവേഴ്സുകൾ തമ്മിലുള്ള ഇൻകർഷൻസ് ഉണ്ടാകാതെ പ്രിവെന്റ് ചെയ്ത് ടെലിപ്പോർട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള പ്ലാൻ തന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. എക്സ്മെനും ഒരു പരിധിവരെ ഈ ഒരു പ്ലാനോട് അക്സെപ്റ്റ് ചെയ്ത് ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാനിരിക്കുന്ന ടൈമിൽ തന്നെയാണ് സ്റ്റീവ് റോജേഴ്സ് തോറിനോടായി ഞാൻ ലോക്കിയെ കണ്ടിട്ടുണ്ടായിരുന്നുവെന്നും ലോക്കി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുവാനായി ഈ ഒരു കാർഡ് തന്നിട്ടുണ്ടെന്നുമുള്ള സത്യങ്ങൾ തോറിനോടായി പറയുന്നതും. ഇത് കേൾക്കുന്ന തോർ അപ്പോൾ തന്നെ എനിക്ക് എന്റെ ബ്രദറിനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇരുവരും ഒന്നിച്ച് ആ ഒരു കാർഡ് യൂസ് ചെയ്ത് ടിവിയിലേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് അവരെല്ലാവരും തന്നെ ഞെട്ടിപ്പോകുന്നത്. കാരണം ഓൾറെഡി തന്നെ ടിവിയെ പൂർണ്ണമായും ഡിസ്ട്രോയ് അയക്കുകയാണ്. മാത്രവുമല്ല ഓൾറെഡി തന്നെ ലോക്കി ഇരിക്കുന്നതായിട്ടുണ്ടായിരുന്ന ആ ഒരു മൾട്ടിവേഴ്സൽ ഇഗ്യാസിൽ ട്രീ പൂർണ്ണമായി നശിക്കാൻ തുടങ്ങിയിട്ടുള്ളതായിട്ടും അതിൽ ലോക്കി മരണപ്പെട്ട് കിടക്കുന്നതായിട്ടും കണ്ട് വളരെയധികം ഷോക്കിംഗ് ആവുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി D23 എക്സ്പോയിൽ ഈ ഒരു പർട്ടിക്കുലർ സീൻ ഒരു മോഡലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ടിവിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അത്ഭുതപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അവിടുത്തെ ഇന്റർഫേസിൽ പൂർണ്ണമായിട്ടും ഡോക്ടർ ഡൂമിന്റെ ചിത്രം തെളിഞ്ഞു വരുന്നതായിട്ട് അവർ കാണുന്നതും. ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞ് തിരികെ സ്പേസ്ഷിപ്പിലേക്ക് വരുന്ന തോറും സ്റ്റീവ് റോജേഴ്സും ചേർന്നുകൊണ്ട് ഡോക്ടർ ഡൂമിനെ കൺഫ്രണ്ട് ചെയ്യുകയും സ്റ്റീവ് റോജേഴ്സ് മിയോളർ ഉപയോഗിച്ചുകൊണ്ട് ഒരൊറ്റ അടി കൊടുക്കുകയും ചെയ്യുന്നു. ആ ഒരു അടിയിൽ തെറിച്ചു വീഴുന്ന ഡോക്ടർ ഡൂമിനെയാണ് പിന്നീട് സെക്കൻഡ് ട്രെയിലറിൽ സൂപ്പർ വില്ലൻ ലാൻഡിങ്ങിലൂടെ നമ്മൾ കാണുന്നതെന്നും ഈ ഒരു തിയറി പറയുന്നു. സംഹൗ സ്റ്റീവ് റോജേഴ്സുമായിട്ടുള്ള ഈ ഒരു ഫൈറ്റിൽ ഇവർ ഫൈറ്റ് നടത്തി ഒടുവിൽ ചെല്ലുന്നത് ഡോക്ടർ ഡൂമിന്റെ രാജ്യമായിട്ടുള്ള ലെറ്റ്വീരിയയിലേക്കാണ്. അവിടെ ചെന്ന ഉടൻ തന്നെ ഡോക്ടർ ഡൂം തന്റെ ഒരു ലെറ്റ്വീരിയൻ വിച്ചിനെ യൂസ് ചെയ്ത് സ്റ്റീവ് റോജേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കുകയും ആ ഒരു ഫൈറ്റിനൊടുവിലായി ഈ ഒരു ലെറ്റ്വീരിയൻ വിച്ചിനെ ഫേസ് റിവീൽ ചെയ്യുകയും ചെയ്യുന്നു. അത് മറ്റാരുമല്ലായിരുന്നു, ആൾട്ടർനേറ്റീവ് വേർഷനിലുള്ള ഒരു പെഗി കാർട്ടർ തന്നെയായിരുന്നു ഈ ഒരു ലെറ്റ്വീരിയൻ വിച്ചായി ഡോക്ടർ ഡൂമിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു ഫൈറ്റിൽ ഡിഫീറ്റ് ആവുന്ന സ്റ്റീവ് റോജേഴ്സിന്റെ മുമ്പിൽ വെച്ച് തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരാളിൽ നിന്നും തട്ടിയെടുത്തിട്ടുണ്ടായിരുന്ന ലൈഫാണ്, അത് ഞാൻ തിരികെ വാങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റീവ് റോജേഴ്സിന്റെ മകനെ പുള്ളിയുടെ മുമ്പിൽ വെച്ച് തന്നെ കൊന്നു കളയുന്നതായിട്ടും ഈ ഒരു തീർ പറയുന്നു. ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയിക്കുകയില്ല. എങ്ങാനും ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഡോക്ടർ ഡൂം വളരെയധികം ക്രൂരനായിട്ടുള്ള വില്ലനാണെന്ന് നമ്മളിലേക്ക് കറക്റ്റ് ആയിട്ട് രജിസ്റ്റർ ആകും. ഇതിനുശേഷമായി എക്സ്മാൻ യൂണിവേഴ്സിലേക്ക് വീണ്ടും തിരികെ എത്തുന്ന ഡോക്ടർ ഡൂമിനെ റിച്ചാർഡ്സ് കൺഫ്രണ്ട് ചെയ്യുകയും നീയാണോ ഡൂം ഇതിനെല്ലാത്തിനും കാരണമെന്ന് വളരെയധികം ദേഷ്യത്തോടു കൂടി ചോദിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഡൂം തന്റെ യഥാർത്ഥ പ്ലാൻ അവർക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. അതായത് ഇപ്പോൾ റീഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു മൾട്ടിവേഴ്സൽ ഡിവൈസിനെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇൻകർഷന്റെ സ്പീഡ് വളരെ അധികമാക്കി മാറ്റി ഇൻകർഷനിൽ നിന്ന് അടർന്നു വീഴുന്ന ഫീസുകളെല്ലാം തന്നെ കൂട്ടിച്ചേർത്ത് പുതിയ ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ രാജാവായി മാറുക എന്നുള്ളതാണ് ഡൂമിന്റെ യഥാർത്ഥ ലക്ഷ്യം. അതിന് തനിക്ക് റീഡിന്റെയും ബീസ്റ്റിന്റെയും വക്കാണ്ടയുടെയും ടെക്നോളജിയും ഇന്റലിജൻസും ആവശ്യമായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഈ മാനിപ്പുലേഷൻ എല്ലാം ഇത്ര നേരം താൻ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു തീരുകയും ഡോക്ടർ ഡൂമിനെ എതിർക്കുവാനായിട്ട് അവിടേക്ക് തോർ എൻ്റർ ആകുകയും ചെയ്യുന്നു. തുടർന്ന് നിന്നെ നരകം കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഡൂമിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന തോറിനെ ഈസിലി ഡിഫീറ്റ് ചെയ്യുന്ന ഡോക്ടർ ഡൂമിനെ തന്നെ എതിർക്കാൻ വരുന്ന ബാക്കിയുള്ള സൂപ്പർ ഹീറോസിനെ ഡിസ്ട്രോ ചെയ്യേണ്ടതിനായി എൻഡയർ സെന്റിനൽ റോബോട്ട്സിനെയും കൺട്രോളിലെടുത്ത് അവർക്കെതിരെ തിരിക്കുന്ന ഡൂമിനെയും നമുക്ക് കാണാം. അങ്ങനെ തന്നെ കൺമുമ്പിൽ എക്സ്പാൻഷൻ പൂർണ്ണമായും തകർന്നു വീഴുകയും തന്റെ സുഹൃത്തുക്കളെല്ലാം ഇല്ലാതാകുകയും ചെയ്യുന്നത് കാണുന്ന സ്കോട്ട് സമ്മേഴ്സ് അഥവാ സൈക്ലോപ്സ് തന്റെ എൻഡയർ പവറും സെന്റിനൽസിനെതിരായി വിടുന്നതായിട്ടും അങ്ങനെ മിച്ചമുള്ള സൂപ്പർ ഹീറോസ് എങ്ങനെയൊക്കെയോ സെന്റിനൽസിനെയും ഡിഫീറ്റ് ചെയ്യുകയും ചെയ്യുന്നതോടുകൂടി ഈ ഒരു ഫൈറ്റ് അവസാനിക്കുന്നു. ഇതിനുശേഷമായി സൂസ്റ്റോം യഥാർത്ഥത്തിൽ ഡോക്ടർ ഡൂം എങ്ങനെയുള്ള ആളായിരുന്നു എന്നും എങ്ങനെയാണ് ഇങ്ങനെ എത്തിയതെന്നുമുള്ള കാര്യങ്ങൾ മിച്ചമുള്ള സൂപ്പർ ഹീറോസിനോടായി പറയുകയും ഒടുവിൽ അവർ എല്ലാവരും ഒന്നിച്ചേർന്ന് ലെറ്റ്വീരിയനെ ആക്രമിക്കാനായിട്ടുള്ള പ്ലാനുകൾ തയ്യാറെടുക്കുകയും റീബാറ്റലിന് വേണ്ടി തന്റെ പവേഴ്സ് ഇൻക്രീസ് ചെയ്യുവാനായി തന്റെ പിതാവായ ഓഡിനോടും വാൽഹേലയോടും ഡോക്ടർ ഡൂമിനെ ഡിഫീറ്റ് ചെയ്യുവാനായി അവസാനമായിട്ടുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഒടുവിൽ സ്ട്രെങ്ത് എല്ലാം റീഗെയിൻ ചെയ്ത് എന്റെ അവഞ്ചേഴ്സും എക്സ്മാൻ ഫാന്റാസ്റ്റിക് ഫോർ തുടങ്ങിയിട്ടുള്ള ടീംസ് ഒന്നിച്ചേർന്നുകൊണ്ട് ലെറ്റ്വീരിയനെ ആക്രമിക്കുന്നു. അവരെ അവിടെ എതിർക്കുവാൻ വരുന്നത് ഡൂമിന്റെ തന്നെ വിശ്വസ്തരായിട്ടുള്ള ലെറ്റ്വീരിയൻ വിച്ചസും ബോറിസ് കല്ല എന്ന ഡോക്ടർ ഡൂമിന്റെ വിശ്വസ്തനായ അഡ്വൈസർ കൂടിയായിട്ടുള്ള ക്യാരക്ടറും മറ്റ് ഡൂം ബോട്ട്സുകളുമാണ്. തുടർന്ന് ഡൂം ഉൾപ്പെടെയുള്ള എല്ലാ ക്യാരക്ടേഴ്സും കളത്തിലിറങ്ങി ഫൈറ്റ് നടക്കുന്നതിനിടയിൽ തന്നെ ഇൻകർഷൻ സംഭവിക്കുകയും ആ ഒരു എൻഡയർ 3 യൂണിവേഴ്സുകളും പൂർണ്ണമായും ഇല്ലാതാകുകയും ചെയ്യുന്നു. ഒടുവിൽ ആ ഒരു എൻഡയർ യൂണിവേഴ്സിലും വിജയിച്ച് ജീവനോടെ ഉള്ളത് ഡോക്ടർ ഡൂമിന്റെ ക്യാരക്ടർ മാത്രമാണ്. അങ്ങനെ ഡോക്ടർ ഡൂം തന്റെ എൻഡയർ പവർ ഉപയോഗിച്ചുകൊണ്ട് ബാറ്റിൽ വേൾഡിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓൾറെഡി മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്ന സൂപ്പർ ഹീറോസിനെ പഴയ ഓർമ്മകൾ ഒന്നും തന്നെ ഇല്ലാതാക്കി പുനർജനിപ്പിച്ചുകൊണ്ട് ഡോക്ടർ ഡൂമിന്റെ അടിമകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അറ്റ്ലാസ്റ്റ് ഡോക്ടർ ഡൂം ഈ ഒരു യുദ്ധത്തിൽ സക്സീഡ് ആവുകയും തന്റെ ത്രോണിൽ ഇരിക്കുകയും ചെയ്യുന്നതായി കാണിക്കുന്നതോടുകൂടി ഈ ഒരു മൂവി അവസാനിക്കുമെന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റൂമറുകളെല്ലാം പറയുന്നത്. ഇതേ പ്ലോട്ടിൽ തന്നെ ഈ ഒരു മൂവിയുടെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ഡോക്ടർ ഡൂം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഈ ഒരു ബാറ്റിൽ
ബാറ്റിൽ വേൾഡിലേക്ക് ഒരു പുതിയ സ്പേസ്ഷിപ്പ് വന്നിറങ്ങുകയും അതിനുള്ളിൽ നിന്നുമായി ഓൾറെഡി നമ്മൾ മരണപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്ന പല സൂപ്പർ ഹീറോസും എസ്പെഷ്യലി ടോബി മെഗ്യൂരിയുടെ സ്പൈഡർമാനും ഹ്യൂ ജാക്മാന്റെ വൂൾവറിനും ലോക്കിയുടെ നേതൃത്വത്തിൽ വന്നിറങ്ങുന്ന രീതിയിലുമാണ് കാണിച്ചത്. ഇങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ ലോക്കിയെ കാണുന്ന ഡോക്ടർ ഡൂം ബി ലൈക്ക് എന്തായാലും 100% ഇങ്ങനെയാണ് ഈ ഒരു മൂവിയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. ഇത് പ്ലോട്ട് ലീക്കായി പുറത്തു വന്നിട്ടുള്ള ഒരു ചില അപ്ഡേഷൻസ് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയൊന്നും ഈ ഒരു മൂവിയിൽ സംഭവിക്കല്ലേ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. കാരണം നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് കിട്ടുമല്ലോ. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീഡിയോയെ പറ്റിയും ഈ ഒരു തിയറിയെ പറ്റിയുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.